മലയാള സിനിമയിൽ ഉണ്ടായിട്ടുള്ളത് വളരെ നല്ല മാറ്റങ്ങളെന്ന് നടി ഭാവന. ആ മാറ്റങ്ങൾക്ക് കാരണം താനാണെന്ന് തോന്നുന്നില്ല. കഴിവുള്ള ഒരുപാട് പേർക്ക് മുന്നോട്ട് വരാനും സിനിമകൾ ചെയ്യാനും അവസരം ലഭിക്കുന്നു. നേരിട്ടല്ലാതെയെങ്കിലും താൻ ഈ മാറ്റങ്ങൾക്ക് കാരണമായിട്ടുണ്ടെങ്കിൽ നല്ലതെന്നും ഭാവന പറഞ്ഞു. ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിലാണ് ഭാവന മനസ്സ് തുറന്നത്. ടീനേജിലാണ് ഭാവന സിനിമയിലേക്ക് വരുന്നത്. അപ്പോൾ ആ സമയം മുതൽ മലയാള സിനിമയിലുണ്ട്. ഇത്രയും വർഷമാകുന്നു. മലയാള സിനിമയിലെ മാറ്റത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? വളരെ നല്ലൊരു മാറ്റത്തിലൂടെയാണ് മലയാള സിനിമ കടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ 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 നല്ലൊരു കാര്യം. ഇപ്പോൾ നമ്മുടെ സിനിമകൾ ഇപ്പോൾ മലയാളികളല്ലാത്ത ഓഡിയൻസിലേക്ക് എത്താൻ നമുക്ക് കുറേ പ്ലാറ്റ്ഫോംസ് ഉണ്ട്, OTT പ്ലാറ്റ്ഫോംസ് ഒക്കെ, ഈവൻ യൂട്യൂബിലാണെങ്കിൽ പോലും. സോ അത് മലയാളം സിനിമയുടെ ഒരു ക്വാളിറ്റി മലയാളികളല്ലാത്ത ആൾക്കാർ കാണുകയും അത് അപ്രിഷ്യേറ്റ് ചെയ്യുകയും ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് വളരെ നല്ലതാണ്. പക്ഷെ നമ്മൾ ഇപ്പോൾ ഇന്ന് നല്ല സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരല്ല മലയാളം ഇൻഡസ്ട്രി. 70s തൊട്ട് 80s തൊട്ട് 90s തൊട്ട് ഒക്കെ നമ്മൾ വളരെ കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള വളരെ നല്ല സിനിമകൾ ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. പക്ഷെ ഇപ്പോഴാണ് അത് കൂടുതൽ നോൺ മലയാളീസിലേക്ക് എത്തി എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമുക്ക് ശരിക്കും പറഞ്ഞു കൊടുക്കാൻ ഒരു വലിയ ലിസ്റ്റ് ഓഫ്, നമ്മൾ ഒരിക്കലും അങ്ങനെ വെറുതെ ഒരു കൊമേഴ്ഷ്യൽ സിനിമകൾ ഒരുപാട് ഉണ്ടായെങ്കിൽ പോലും എടുത്തു പറയാവുന്ന നല്ല സിനിമകൾ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ എന്നും വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ആ ഒരു മാറ്റം എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നതിൻ്റെ മെയിൻ കാര്യം എന്നുള്ള OTTs വന്ന കാരണം മറ്റുള്ളവരിലേക്കും ഫ്രം തെലുഗു, തമിഴ്, കർണാടക അല്ലെങ്കിൽ ഹിന്ദി, ഈവൻ പാകിസ്ഥാനി ആക്ടേഴ്സ് വരെ മലയാളം സിനിമകൾ പ്രേസ് ചെയ്യാനുള്ളൊരു സാഹചര്യം നമുക്കുണ്ടായി. നമ്മൾ പണ്ടും നല്ല ക്വാളിറ്റി കണ്ടന്റ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇൻഡസ്ട്രിയാണ് മലയാളം. പണ്ടും നല്ല സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മലയാള സിനിമയിൽ ഈ ഡബിൾ മീനിങ് വരുന്ന തരത്തിലുള്ള, അത് പറഞ്ഞ് ജനങ്ങളെ ചിരിപ്പിക്കുന്ന തരത്തിലുള്ള സിനിമകൾ ഉണ്ടായിരുന്നു. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ചൊന്നും ആളുകൾ ചിന്തിക്കാത്ത കാലമുണ്ടായിരുന്നു. പക്ഷെ അതിന് വന്ന മാറ്റമുണ്ടല്ലോ, അത് എങ്ങനെയാണ് കാണുന്നത്? അത് ചിലപ്പോൾ ഇപ്പോഴത്തെ വരുന്നൊരു ജനറേഷൻ അത് അങ്ങനെ ഒരു കോമഡി ആയിട്ട് തോന്നുന്നുണ്ടാവില്ല. കാരണം ആ സമയത്ത് നമ്മളത് കണ്ടു, ചിരിച്ചു, അതങ്ങ് പോയി. പക്ഷെ പിന്നെ ആ സമയത്ത് നമ്മൾ അങ്ങനെ സീരിയസ് ആയിട്ട് അത് ചിന്തിച്ചിട്ടുണ്ടാവില്ല, അതൊരു സിനിമയുടെ ഭാഗമായത്. പക്ഷെ ഇപ്പോൾ വരുന്ന ജനറേഷൻ അത് ഒരു കോമഡി ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ചിരിച്ച് കളയാവുന്ന ഒരു കാര്യമായിട്ട് അവരത് കാണുന്നില്ല. അപ്പോൾ അവരതിൽ മറ്റുള്ള കാര്യങ്ങൾ പറയുമ്പോൾ മേ ബി നമ്മളും ചില സമയത്ത് ശരിയാണല്ലോ എന്ന് നമുക്ക് തോന്നിപ്പോവും. അന്ന് നമ്മൾ അത്ര സീരിയസ് ആയിട്ട് ചിലപ്പോൾ നമ്മളിപ്പോൾ, അതായത് ഇപ്പോൾ കുറച്ച് തടിച്ചിട്ടുള്ള ആളാണെന്നൊക്കെ നമ്മൾ പറയുന്നത് ചിലപ്പോൾ കളിയാക്കിയിട്ടായിരിക്കില്ല, ചിലപ്പോൾ അറിയാത്ത മനസ്സിലായി കുറച്ച് തടിച്ചിട്ടല്ലേ അങ്ങനെ പറയുമ്പോൾ. പക്ഷെ ഇപ്പോഴാണ് നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ളൊരു, ഒന്ന് നോക്കുമ്പോൾ ശരിയാണ്, അതൊരു ചിലപ്പോൾ വിഷമമായാലോ എന്നുള്ളത് നമ്മളങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഇപ്പം വരുന്ന ജനറേഷൻ പറയുമ്പോൾ നമുക്കും തോന്നും ശരിയാണ്, നമ്മളത് പറയണ്ട എന്നുള്ളൊരു കാര്യം. നമ്മൾ അന്ന് കളിയാക്കി പറയുന്നു. ഓഫ് കോഴ്സ് എനിക്ക് തോന്നുന്നു ഞാനൊന്നും അങ്ങനെ കളിയാക്കി പറയാറുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ പറയും, മനസ്സിലായി കുറച്ച് ഒരു ഇരുനിറത്തിലുള്ള ആളല്ലേ എന്നൊക്കെ പറയുന്നത് കളിയാക്കിയിട്ടല്ല പറയുന്നത്, നമ്മൾ ചിലപ്പോൾ അങ്ങനെ പറഞ്ഞു പോകുന്ന. പക്ഷെ ഇപ്പം നമ്മൾ അങ്ങനെ പറയില്ല, ബിക്കോസ് നമ്മൾ വിചാരിക്കും ശരി അങ്ങനെ നമ്മൾ ഇങ്ങനെ പറയരുതല്ലോ എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഈ ഒരു ജനറേഷൻ വന്ന മാറ്റത്തിനൊപ്പം നമുക്ക് ചിലപ്പോൾ ശരിയാണ് അവർ പറയുന്നതിൽ ശരിയുണ്ട് എന്ന് നമുക്ക് തോന്നിപ്പോകുന്നതാണ്. 15ാമത്തെ വയസ്സിൽ ഭാവന കണ്ട സിനിമാ സെറ്റുകളിൽ നിന്ന് നമ്മുടെ സിനിമാ സെറ്റുകൾ ഇപ്പം മാറിയിട്ടുണ്ടോ? സിനിമ സെറ്റുകളിൽ വലിയ വ്യത്യാസങ്ങളൊന്നും അധികം എനിക്ക് തോന്നുന്നില്ല. ഓഫ്കോഴ്സ് ഇന്ന് കാരവാൻ കൾച്ചർ ഉള്ളത് കൊണ്ട് ഞാൻ കാരവാൻ യൂസ് ചെയ്യുന്നത് ഞാൻ തമിഴ് ഫിലിം ചെയ്യുമ്പോഴാണ്. ഫസ്റ്റ് തമിഴ് ഫിലിം പോകുമ്പോൾ കാരവാൻ ഉണ്ട്. അപ്പോഴാണ് ഞാൻ മലയാളം അതിന് മുമ്പ് നമ്മൾ കാരവാൻ ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മളെല്ലാവരും ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടി കസാരയൊക്കെ ഇട്ടിരുന്ന് അവിടെ ഇരുന്ന് ചിരിച്ച് കളിച്ച് സംസാരിച്ച്, പിന്നെ തമിഴ്നാട്ടിൽ നമ്മൾ കാരവാൻ വന്നപ്പോഴാണ് അതൊക്കെ അങ്ങനത്തെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നല്ലാതെ വേറെ പിന്നെ ഓഫ്കോഴ്സ് ക്യാമറകൾ മാറുന്നു, എഡിറ്റിംഗ് ഒരു സ്റ്റൈല് മാറും, അങ്ങനെ ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ എന്നല്ലാതെ ലൊക്കേഷനിൽ അങ്ങനെ പറയത്തക്ക അങ്ങനെ ഭയങ്കര മാറ്റമൊന്നും തോന്നുന്നു. ഇനിയും സ്ത്രീ സൗഹൃദമാകേണ്ടതുണ്ട് സിനിമാ സെറ്റുകൾ. അത് നമുക്ക് ഇപ്പം ഇംഗ്ലീഷ് മൂവീസൊക്കെ കാണുകയാണെങ്കിൽ അവരുടെ മേക്കിംഗ് വീഡിയോസ് ഒക്കെ കാണുകയാണെങ്കിൽ ഒരുപാട് സ്ത്രീകളെ കാണാൻ പറ്റും. അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആണെങ്കിലും ആർട്ടിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അതൊക്കെ ഇവിടെ ആക്ച്വലി ഇപ്പം നോക്കുകയാണെങ്കിൽ ഉണ്ട്. കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെന്റ്, അതുപോലെ മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റ്, പിന്നെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഉണ്ട്. പക്ഷെ പിന്നെ ഇപ്പോൾ ഈ ആർട്ട് ക്യാമറ എന്നൊക്കെ പറയുന്ന മേ ബി ആ ഒരു ഇതുണ്ടാവുമായിരിക്കും. പക്ഷെ വുമൻ ക്യാമറ ഒക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്, ഒരുപാട് പേരുണ്ട്. അത് നല്ല കാര്യം. മലയാള സിനിമയിലെ ചില മാറ്റങ്ങളെക്കുറിച്ചാണ്, പോസിറ്റീവായ മാറ്റങ്ങളെക്കുറിച്ചാണല്ലോ നമ്മൾ പറഞ്ഞത്. ആ മാറ്റങ്ങൾ അന്വേഷിച്ച് പോയാൽ അതിന് പിന്നിലൊരു യങ് സൂപ്പർ സ്റ്റാർ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ച ഒരു നടി, ആ ഫൈറ്റിനെ കുറിച്ച്, അതുണ്ടാക്കിയ മാറ്റങ്ങളെക്കുറിച്ച് എങ്ങനെയാണ് കാണുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ സൂപ്പർ സ്റ്റാറേ അല്ല, പിന്നെ അതിൻ്റെ മാറ്റമൊന്നും എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അറിഞ്ഞുകൂടാ അത് ഇൻഡയറക്ട്ലി എഫക്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ വളരെ നല്ലൊരു മാറ്റമാണ് ഇൻഡസ്ട്രിയിൽ ഉണ്ടായിട്ടുള്ളത്. അതിപ്പോൾ എങ്ങനെയായാലും നമുക്ക് വളരെ നല്ലതാണ്.
ഒരുപാട് പുതിയ ഫിലിം മേക്കേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് പുതിയ പുതിയ ആക്ടേഴ്സ്. ഇപ്പോൾ നമുക്ക് ഏറ്റവും ഗുണം എന്താണെന്ന് വെച്ചാൽ വെറുതെ കുറേ ആക്ടേഴ്സ് വരില്ല ചെയ്തത്, എല്ലാവരും എക്സ്ട്രീംലി ടാലൻറ്റഡ് ആണ്. അതായത് ഒരു പടം കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ആ ആക്ടറിൻ്റെ ഫസ്റ്റ് സിനിമയായിരിക്കും, പക്ഷെ അതിലാളുടെ പെർഫോമൻസ് കണ്ട് നമ്മൾ ഇവർ ഇത്രയും കാലം എവിടെയായിരുന്നു എന്ന് നമുക്ക് തോന്നിപ്പോവും. ആ ഒരു ബാരിയർ അങ്ങ് തകർന്നത് ഭയങ്കര ഒരു നല്ല സൈനാണ്. കാരണം ടാലൻറ്റഡ് ആയിട്ടുള്ള കുറേ ഫിലിം മേക്കേഴ്സ്, പിന്നെ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള റൈറ്റേഴ്സ്, ആക്ടേഴ്സ്, അത് അങ്ങനൊരു എഫക്റ്റ് എൻ്റെ ഒരു ഇത് കാരണം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അതിനൊരു യെസ് അതുകൊണ്ടാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അങ്ങനൊരു എഫക്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ വിച്ച് ഇസ് റിയലി ഗുഡ്. കാരണം അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത്രയും മലയാള സിനിമ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ ഒരു 10 മൂവി എടുത്തു കഴിഞ്ഞാൽ അതിലൊരു 9 മൂവിയും നല്ലതാണ്. അത് ഭയങ്കര നല്ലൊരു ഇക്വേഷനാണ്, ഇൻഡസ്ട്രിക്ക് അത് നല്ലതാണ്. ബേസിക്കലി ഫിലിം മേക്കേഴ്സിൻ്റെ ഇടയിൽ ഒരു കോമ്പറ്റീഷനായി, നമുക്ക് ഇതിനേക്കാളും നല്ല സിനിമ കൊടുക്കണം, നല്ല ക്വാളിറ്റി കണ്ടൻറ്റ് വരാൻ തുടങ്ങി. അതിനനുസരിച്ച് ഏറ്റവും മാറിയിരിക്കുന്ന ഓഡിയൻസ് അത്ര ഇവോൾവ് ആണ്. കാരണം അവർ കൊറിയൻ ഫിലിം, സ്പാനിഷ് മൂവീസ്, ജർമ്മൻ, ഇംഗ്ലീഷ്, ഫ്രഞ്ച് അവർ കാണാത്തതായിട്ടില്ല ഇപ്പോൾ, ഇൻക്ലൂഡിങ് സീരീസൊക്കെ. പണ്ട് സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള നിൽക്കുന്ന ആൾക്കാരാണ് ഒരുപാട് ആ മൂവി. ഇപ്പോൾ ഓഡിയൻസ് അതിനേക്കാൾ അപ്ഡേറ്റഡ് ആണ്. സോ നമ്മൾ ഓഡിയൻസിനെ ഒരിക്കലും നമുക്ക് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് കാണാൻ പറ്റില്ല. എന്ത് കൊടുത്താലാണ് ഇവർ സന്തോഷിക്കുക അല്ലെങ്കിൽ ഇവർ സാറ്റിസ്ഫൈഡ് ആവുക എന്ന് പറയുന്നത് എല്ലാ ഫിലിം മേക്കേഴ്സിനും വലിയ ചാലഞ്ചാണ്. അപ്പം അതൊരു ഹെൽത്തി ചാലഞ്ചാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഇൻഡസ്ട്രി പിന്നെ ഫ്ലറിഷ് ആയിക്കൊണ്ടിരിക്കുന്നതും ഇത്രയും യങ് സൂപ്പർ ടാലൻറ്റഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻസും ആക്ടേഴ്സും വരുന്നതും. സോ ഇഫ് അതിന് ഒരു ഇൻഡയറക്ട്ലി ഒരു എഫക്റ്റ് ആണ് എങ്കിൽ വിച്ച് ഇസ് റിയലി ഗുഡ്. സമൂഹ മാധ്യമങ്ങളിൽ തനിക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾ ഇപ്പോൾ കാണാറില്ലെന്ന് ഭാവന അവഗണിക്കുകയാണിപ്പോൾ. മോശം പറയുന്നവർക്ക് എന്തെങ്കിലും സന്തോഷം കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്നും ഭാവന പറയും. സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കാറുണ്ട്. എനിക്കൊരു ഇൻസ്റ്റാഗ്രാം ഉണ്ട്, അത്രേ ഉള്ളൂ. അതിൽ നടക്കുന്ന ചർച്ചകൾ ശ്രദ്ധിക്കാറുണ്ടോ? ആക്ച്വലി ഇല്ല. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ എന്തെങ്കിലും ഞാൻ പോസ്റ്റ് ഇടും, എൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ, ചിലപ്പോൾ അവിടെ വരുന്ന എന്തെങ്കിലും റെസ്പോൺസ്, എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ ഞാൻ റെസ്പോണ്ട് ചെയ്യും, ഹായ് തരും, അങ്ങനെയൊക്കെ, അത്രയൊക്കെ തന്നെ. സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന ചർച്ചകൾ വേദനിപ്പിക്കാറുണ്ടോ? ഞാൻ നോക്കാറില്ല, പിന്നെ അറിയില്ലല്ലോ. ഞാൻ ഓരോരുത്തരുടെ അഭിപ്രായങ്ങളല്ലേ അവർ പറയും, അല്ലെങ്കിൽ അവർക്ക് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളല്ലേ, എല്ലാവരും ഒരുപോലെ ചിന്തിക്കണം എന്ന് പറയാൻ പറ്റില്ലല്ലോ. സോ അവർ പറയട്ടെ, ചർച്ച ചെയ്യട്ടെ. അപ്പോൾ ഈ PR ഇത്രയും പണം ചെലവാക്കി ഈ സമൂഹ മാധ്യമത്തിൽ ആളുകൾ നടത്തുന്ന ചർച്ചയൊന്നും ഭാവന കാണുപോലില്ല. കണ്ടിട്ടുണ്ട് ഞാൻ, ഇപ്പം ഞാൻ കാണാറില്ല. ബിക്കോസ് എന്തിനാണ്, മുൻപൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് അങ്ങനെ ഒരാളെ പറ്റിയിട്ട് മോശമായിട്ട് എഴുതുമ്പോൾ അവർക്ക് എന്തെങ്കിലും സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ അത് കിട്ടിക്കോട്ടെ എന്ന് വിചാരിക്കും. ബിക്കോസ് ഇവർക്ക് ആർക്കും എന്നെയോ എൻ്റെ ഫാമിലിയോ അല്ലെങ്കിൽ ഞാൻ ഗോ ത്രൂ ചെയ്തോ ഒന്നും അറിയാൻ ശ്രമിക്കുക പോലും വേണ്ട. സോ കാണുമ്പോൾ തന്നെ മോശമായിട്ട് എന്തെങ്കിലും എഴുതുക എന്നുള്ളൊരു തോട്ടിൽ നടക്കുന്ന ആൾക്കാരാണ്. അവരുടെ അടുത്ത് നമ്മൾ എന്തോ പറയാനാ? അപ്പോൾ അതാണ് അവരുടെ പേർപ്പസ് എങ്കിൽ എഴുതട്ടെ. അവർക്ക് അങ്ങനെ കണ്ട ഉടനെ ചിലപ്പോൾ ഞാൻ വല്ല മഴയെ പറ്റിയായിരിക്കും സംസാരിക്കുന്നുണ്ടാവും, എന്നാലും എന്തെങ്കിലും തെറി കളിച്ചേക്കാം. ചിലപ്പോൾ ഞാനിരുന്ന് വല്ല ഭക്ഷണത്തിനെ പറ്റിയായിരിക്കും പറയുന്നത്, എന്നാലും പോയി എന്തെങ്കിലും മോശം പറയാം. അപ്പം അങ്ങനെ പോകുന്ന ആൾക്കാർ എന്തെങ്കിലും പറഞ്ഞതിന് എതിരഭിപ്രായത്തിന് അയക്കുകയായിരിക്കില്ല. കാണുമ്പോൾ തന്നെ ഓക്കെ എന്നാൽ പോയി 2 മോശം എന്തെങ്കിലും എഴുതട്ടെ. അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് നമ്മളെന്ത് പറയാൻ, അവർ എഴുതട്ടെ. സമൂഹ മാധ്യമത്തിലെ ഈ രീതിയിലുള്ള ഇടപെടലുകൾ ഇനി ഭാവനയുടെ കണ്ണെന്ന് അറിയിക്കില്ല അല്ലേ? അങ്ങനെയൊന്നും എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. അതിപ്പോൾ നമുക്ക് സ്റ്റേജ് കഴിഞ്ഞില്ലേ, പറയാൻ പറ്റില്ല അതൊന്നും. അത് നമ്മൾ അങ്ങനെ ഒരു ഹ്യൂമൻ ബീങ്ങിന് അങ്ങനെ ഇനി ഞാൻ അതിനൊരിക്കലും വിഷമിക്കില്ല അതൊന്നും തീരുമാനിക്കാനൊന്നും പറ്റുമൊന്നുമില്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ എത്രയോ നല്ല ലൈഫായി പോയേനെ. അതൊന്നും എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷേ ഐ ക്യാൻ ഡു വൺ തിങ്, ഐ ക്യാൻ ഇഗ്നോർ. അതാ പറയണേ, പോയി അന്വേഷിക്കുക, പോയി എന്താ എഴുതിയിരിക്കുന്നത് നോക്കുക, കാര്യങ്ങൾ അവിടേക്ക് പോവാതിരിക്കുക. ഒരു നെഗറ്റീവ് സ്പേസ് ആണെങ്കിൽ അവിടേക്ക് പോവാതിരിക്കാൻ നമുക്ക് പറ്റും. പോയിട്ട് പിന്നെ വിഷമിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. പോവാതിരിക്കാമെന്ന് മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റൂ. താൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന വാർത്ത അമ്പരപ്പുണ്ടാക്കിയെന്നും ഭാവന പറഞ്ഞു. ആരാണ് അത്തരം വ്യാജ വാർത്തകൾക്ക് പിന്നിലെന്ന് അറിയില്ലെന്നും ഭാവനയെക്കുറിച്ച് പല അഭ്യൂഹങ്ങളാണ്. ഭാവന മത്സരിക്കാൻ പോകുന്നു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. ഞാൻ ഇതുപോലെ ഈ പ്രൊമോഷൻസ് ഇന്റർവ്യൂസിന്റെ ഇടയിലാണ് ഞാൻ തന്നെ ഈ ന്യൂസ് ഞാൻ തന്നെ ഞെട്ടി. ഞാനോ എപ്പോ എവിടെ നവീൻ വിളിച്ചോ? നവീന് മലയാളം ഒന്നും വായിക്കാൻ അറിയില്ല. നവീൻ ഇതൊന്നും അറിയില്ല. നവീൻ ഞാൻ പറയുമ്പോഴേ അറിയുള്ളൂ. അപ്പോൾ അത് എനിക്കും ഭയങ്കര ഒരു സർപ്രൈസിങ് ആൻഡ് ചിരി വന്ന ന്യൂസാണ്. അത് ആരാണ് അത് തുടങ്ങി വെച്ചതെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. അത് അങ്ങനെ അപ്പം തന്നെ ഞാൻ ഫേക്ക് ന്യൂസ് ആണെന്ന് പറഞ്ഞ് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു.
IFFK പോലെയുള്ള വേദികൾ ഒരുപാട് പോസിറ്റീവ് എനർജി നൽകിയിട്ടുണ്ടെന്നും ഭാവന. ഇഷ്ടമുള്ള ആളുകൾക്കൊപ്പം നിൽക്കുന്നത് സന്തോഷമുള്ള കാര്യമാണെന്നും ആ അവസരങ്ങൾക്ക് നന്ദിയുണ്ടെന്നും ഭാവന പറഞ്ഞു. അപ്പോൾ ഒരു സിറ്റുവേഷനെ എങ്ങനെയൊക്കെ മറികടക്കാം അതിൻ്റെ ധൈര്യം ഭാവന എപ്പോഴും കാണിച്ചിട്ടുണ്ട്. അതിനൊപ്പം നമുക്ക് കുറച്ച് സപ്പോർട്ടിങ് ഫാക്ടേഴ്സ് കൂടി വേണം. അത് ഫ്രണ്ട്സ് ഉണ്ട്, ഫാമിലി ഉണ്ട് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണോ ഈ IFFKയുടെ വേദി, ഭാവനയ്ക്ക് കിട്ടുന്ന വേദികൾ അതുപോലെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടോ ഭാവനയെ സംബന്ധിച്ച്? നമുക്ക് ശരിക്കും ഒരു പോസിറ്റീവ് എനർജി തരുന്ന ഒരുപാട് വേദികൾ ഉണ്ടായിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ IFFK അല്ലെങ്കിൽ നമ്മൾ ഓരോ ഇവൻറ്റ്സിനൊക്കെ പോകുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി ഒരു ഗിവ് ആൻഡ് ടേക്ക് എന്നുള്ള ഒരു കാര്യമുണ്ടല്ലോ, അത് ഭയങ്കര ഒരു എനർജി കിട്ടും നമുക്ക്. അതായത് ഒരു ഇഷ്ടമുള്ള ആൾക്കാരുടെ അടുത്ത് നിൽക്കുമ്പോഴും നമുക്ക് ആ ഒരു എനർജി കിട്ടുമല്ലോ. തീർച്ചയായിട്ടും നമുക്കത് ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലിംഗ് ആണ്. ഏറ്റവും ഒടുവിൽ സുനിത വില്യംസുമായി നിൽക്കുന്ന ഫോട്ടോ പങ്കുവെച്ചുകൊണ്ടായിരുന്നു. അപ്പോഴെന്തായിരുന്നു മനസ്സിൽ? ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അങ്ങനെ എനിക്ക് ഈ മിസ്റ്ററികളെ ഇഷ്ടപ്പെടാവുന്ന ഒരാളായതുകൊണ്ട് തന്നെ സ്പേസ്, അതർ വേൾഡ്, ഏലിയൻസ്, ബ്ലാക്ക് ഹോൾ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അറിയാൻ. നമ്മൾ വേറെ പ്ലാനറ്റിൽ ലൈഫ് ഉണ്ടോ അങ്ങനെ ഇങ്ങനെ. നമ്മൾ സ്പേസ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ചിലപ്പോൾ അല്ലെങ്കിൽ ഇൻ്റർസ്റ്റെല്ലാർ പോലത്തെ ഒരു മൂവി കാണുക, അല്ലെങ്കിൽ ഗ്രാവിറ്റി പോലത്തെ ഒരു ഫിലിം കാണുക, പാസഞ്ചർ കാണുക, അതൊക്കെ ആയിരിക്കും നമ്മുടെ എക്സ്പീരിയൻസ്. പക്ഷെ അത് നേരിട്ട് പോയി അവിടെ അത്രയും ദിവസങ്ങൾ സർവൈവ് ചെയ്തിട്ടുള്ള ഒരാളാണ്. സോ ഡെഫിനറ്റ്ലി നമ്മുടെ ഒരു റെസ്പെക്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര റെസ്പെക്റ്റ് ആയിരിക്കും അവരോട്. കാരണം നമ്മളൊന്നും ലൈഫിൽ ഒന്നും അല്ല. അവർ അവിടെ പറഞ്ഞ വാക്ക് അതാണ്. അവർക്ക് മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ഭൂമി എന്ന് പറയുന്നൊരു പ്ലാനറ്റാണ്. നമ്മളെല്ലാവരും അതിലാണ് താമസിക്കുന്നത്. ഇപ്പോൾ അവർ പറഞ്ഞത് അങ്ങനെയാണ്. എന്തിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഹെയ്റ്റും ദേഷ്യവും വഴക്കും? നമ്മളെല്ലാവരും ഒരു പ്ലാനറ്റിൽ കഴിയുന്ന ആൾക്കാർ, നമ്മൾ ജനിക്കുന്നു മരിക്കുന്നു. സോ എന്താണ് ലൈഫ് എന്ന് ലിറ്ററലി അറിഞ്ഞിട്ടുള്ള ഒരാളാണ് സുനിത വില്യംസ് എന്ന് പറയുന്ന ഒരു ലെജൻഡാണ് അവർ. അപ്പോൾ അവരുടെ കൂടെ ഒരു വേദി പങ്കിടാൻ പറ്റുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു കാര്യമായിട്ട് ഞാൻ കരുതുന്നു. ബിക്കോസ് നമ്മളൊക്കെ ലൈഫിൽ ഒരുപാട് ഹംബിൾ ചെയ്യുന്ന മൊമെൻറ്റ്സ് ആണ് ഇവരൊക്കെ. ബിക്കോസ് നമ്മളൊന്നും ചെയ്യാൻ നത്തിങ്. നമ്മളൊരു പ്ലാനറ്റിൽ ശരിക്കും ഒരു വെക്കേഷന് പോലെ വന്നിരിക്കുകയാണ്. കുറച്ച് കാലം നമ്മളെല്ലാവരും മരിച്ചു പോകും. എന്താണ് നമ്മളിവിടെ കാട്ടിക്കൂട്ടുന്നത് എന്നുള്ളത് നമ്മുടെ കോൺഷ്യസ് ക്ലിയർ ആക്കുക എന്നുള്ളതാണ്. മരിക്കുന്നതിന് മുമ്പ് ചിന്തിച്ച് സന്തോഷിക്കാൻ ഒരു 10 നല്ല മെമ്മറീസ് ഉണ്ടെങ്കിൽ വി ആർ ലക്കി. അപ്പോൾ അങ്ങനെ നമ്മളെ ഹംബിൾ ചെയ്യിക്കുന്ന ഒരു മൊമെൻ്റ് ആയിരുന്നു അത്. സോ അവരെ പോലെ ഒരു ലെജൻഡ് ലിറ്ററലി അവർ സ്പേസിൽ പോയി വന്ന ആൾക്കാരാണ്. സോ തീർച്ചയായിട്ടും അത് എനിക്കൊരു വളരെ വളരെ മെമ്മറബിൾ ആയിട്ടുള്ളൊരു മൊമെൻ്റാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.